നമസ്കാരം. 21 വർഷങ്ങൾക്ക് ശേഷം ഛത്തീസ്ഗഡിലെ സുക്മയിലെ രാമക്ഷേത്രം ഭക്തർക്ക് വേണ്ടി തുറന്നു നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. 2 പതിറ്റാണ്ടിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ അടച്ചുപൂട്ടിയതാണ് സുക്മയിലെ വനവാസി മേഖലയിലുള്ള ഈ ശ്രീരാമക്ഷേത്രം. എന്തായാലും ശനിയാഴ്ച ആയുധധാരികളായ CRPFന്റെയും അതിനോടൊപ്പം തന്നെ പോലീസിന്റെയും കാവലിലാണ് നൂറുകണക്കിന് നാട്ടുകാർ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന അർപ്പിച്ചത്. 21 വർഷത്തിനിടെ ആദ്യമായാണ് ഈ ക്ഷേത്രം വൃത്തിയാക്കുന്നത്. ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾക്ക് മുൻപിൽ ആരതി ഒഴിഞ്ഞുകൊണ്ടാണ് ഈ വിശ്വാസികൾ ആരാധിച്ചത്. കേരളപ്പെണ്ടയ്ക്കും അതിനോടൊപ്പം തന്നെ ലഖപാൽ ഗ്രാമത്തിനും ഇടയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച CRPF ക്യാമ്പാണ് ഈ ഗ്രാമത്തിന്റെ തലവര തന്നെ മാറ്റിയിരിക്കുന്നത്. 2023 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഈ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കിയും അതിനോടൊപ്പം തന്നെ ബലം പ്രയോഗിച്ച് ക്ഷേത്രം അടയ്ക്കാനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സൈന്യം സംഘടിപ്പിച്ച ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നടന്നു. ഈ മെഡിക്കൽ ക്യാമ്പിനിടയിലാണ് നാട്ടുകാർ തങ്ങളുടെ ഒരു ആഗ്രഹം സൈന്യത്തോട് തുറന്നു പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ആരാധനാ അവകാശം തിരികെ നൽകണമെന്നുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ ക്ഷേത്രം തുറക്കാൻ നാട്ടുകാർക്കൊപ്പം തന്നെ സൈന്യം കൂടി ഒന്നിച്ചു നിന്നത് എന്ന് CRPF അസിസ്റ്റന്റ് കമാൻഡന്റായ രവികുമാർ മീണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കേരളപ്പെണ്ടെ ഗ്രാമം നേരത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഒളിത്താവളങ്ങളായിരുന്നു. 2010 76 ജവാന്മാരെ കൂട്ടക്കൊല ചെയ്ത തായ്മെറ്റ്ലയിൽ നിന്നും കഷ്ടിച്ച് 10 കിലോമീറ്റർ അകലം മാത്രമേ ഈ പ്രദേശത്തേക്കുള്ളൂ. ഭീകരരുടെ ഭീഷണിയെ തുടർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലുമോ നാട്ടുകാർ ആരും തന്നെ എത്താറുണ്ടായിരുന്നില്ല. എന്നാൽ ഗ്രാമീണരിൽ ഒരാൾ എല്ലാ ദിവസവും ഇവിടെ എത്തി ഒരു ദീപം മാത്രം തെളിക്കുന്ന ഒരു ധൈര്യം കാട്ടിയിരുന്നു. അദ്ദേഹം മാത്രമാണ് ഈ 21 വർഷത്തിനിടയ്ക്ക് ക്ഷേത്രത്തിലേക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരേ ഒരാൾ. എന്തായാലും ആ ദീപം തന്നെയായിരുന്നു ആ ഗ്രാമത്തിന്റെ ഒന്നടങ്കമുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം സഫലമാക്കി കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.